വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ തിരുവചനങ്ങൾ. കൂടെയുള്ളവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് പറയുന്ന പത്രോസിൻ്റെ മനസ്സിലേക്ക് നമ്മളും നോക്കേണ്ടതാണ്. ജനങ്ങൾ യേശുവിനെക്കുറിച്ച് പറയുന്നത് പല കാര്യങ്ങളാണ്. സ്നാപക യോഹന്നാൻ, ഏലിയ, പൂർവ്വപ്രവാചകരിൽ ഒരാൾ, അങ്ങനെ പലതും. പക്ഷെ ഒപ്പം നടക്കുന്ന ശിഷ്യരോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ്റെ മറുപടി മറ്റുള്ളവർ പറയുന്നത് പോലെയാകരുത്. അത് കൂടുതൽ ശ്രേഷ്ഠവും സത്യവുമായിരിക്കണം. കൂടെ നടക്കുന്നവനിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ കാണുന്ന പത്രോസ് നമുക്കൊക്കെ മാതൃകയാണ്. നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്താണ്? ഒപ്പം ജീവിക്കുന്നവൻ നമ്മളെക്കാൾ വലിയവനും ശ്രേഷ്ഠനുമാണ് എന്ന് അംഗീകരിക്കുവാനുള്ള മനസ്സും അത് ഏറ്റുപറയുവാനുള്ള ഹൃദയവിശാലതയും നമുക്കുണ്ടോ? നമ്മെ ജീവൻ്റെ അർത്ഥാവായ ശംശനികരും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കുവാമേ.